ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീല് തോന്നുന്നില്ല. അതിപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും അയാളൊന്നും ചിരിക്കത്തില്ല, അല്ലെങ്കിൽ അയാളുടെ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടി വരും. പക്ഷേ ഇവരൊക്കെ ആ രൂപത്തിൻ്റെ കൂട്ട് തന്നെ ഉള്ള ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും ചിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരോട് ഇടപെടണം. പക്ഷെ അങ്ങനെയൊക്കെ ഒന്നും അല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ മനസ്സുകൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. പലപ്പോഴും അവരുടെ രൂപം കൊണ്ട് നമ്മൾ അവരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആൾക്കാർ, ഇല്ലയോ? അപ്പം നമ്മൾ പലപ്പോഴും നമ്മളുടെ അടുത്ത് സംസാരിക്കാത്ത ആൾക്കാരെ നമ്മൾ മുൻവിധിയോടെ കാണും. അവരങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പക്ഷേ നമ്മൾ പോയി അവരുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പലപ്പോഴും എനിക്ക് കുഞ്ഞുനാളിലുള്ള, അല്ല ഒരുപാട് നാൾക്ക് മുമ്പ് ഒരു ഒരു ചിന്തകളുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് മിണ്ടുന്നില്ല, അവൻ്റെ ഒരു ജാട, അല്ലെ അവളുടെ ഒരു ജാട, അങ്ങനെയൊക്കെ വരും. പക്ഷേ നമ്മൾ ശരിക്കും അവരോട് മിണ്ടാത്തത് കൊണ്ടാണ് അവർ നമ്മളോട് മിണ്ടാത്തത് നമ്മൾ ചിന്തിക്കാറില്ല. പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷനുള്ള ആൾക്കാരെ പിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എവിടെ വെച്ച് കണ്ടെന്ന് യാദൃശ്യമായിട്ട് നമ്മുടെ അടുത്ത് മിണ്ടുന്ന സമയത്ത് ഇവരൊക്കെ ഇത്രയും ഉള്ളായിരുന്നോ എന്ന് പോലും തോന്നും. ഇത് നമ്മുടെ മുൻവിധിയാണ്, ഇവരൊക്കെ ഇങ്ങനെ ആയിരിക്കും, അല്ലെ നമ്മളാണ് നമ്മുടെ മനസ്സിൽ, അല്ലെ നമ്മുടെ കാഴ്ചപ്പാടിലുള്ള തെറ്റാണ് നമ്മൾ ഓരോരുത്തരുടെയും മുൻവിധിയോടെ കാണുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ പോയി സംസാരിച്ച ചിലപ്പോൾ അവർ അതിനേക്കാട്ടിലും വിമിഷ്ടമായിട്ടിരിക്കുന്ന ഒരു സന്ദർഭം, നമ്മുടെ അടുത്ത് മിണ്ടാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ നമ്മളായിട്ട് അങ്ങോട്ട് പോയി മിണ്ടിക്കഴിഞ്ഞാൽ ഇത്രയും നാൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത സൗഹൃദത്തിനേക്കാട്ടിലൊക്കെ ഏറ്റവും പീക്ക് ലെവലുള്ള ഒരു സൗഹൃദമായിരിക്കും നിങ്ങൾ അവരിലേക്ക് മാറണം. ചിന്തിച്ചു നോക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, എല്ലാവരും മനുഷ്യരിനകത്തും ദൈവദത്തമായിട്ടുള്ള കഴിവുകളും അല്ലെന്നുണ്ടെങ്കിൽ ദൈവികതയും ഉണ്ട്. അപ്പം അത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ അവരിലേക്ക് പോയി സംസാരിക്കുന്ന സമയത്തായിരിക്കും. അല്ലാതെ നമ്മളിലേക്ക് എപ്പോഴും എല്ലാവരും നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരും അതേ രീതി തന്നെ ആയിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത്. ഓ, ഇവൻ ഭയങ്കര ജാട, അല്ലെ ഇവള് ഭയങ്കര ജാട. തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കി, എന്ത് നല്ല രീതിയിൽ നമ്മുടെ ജീവിതമൊക്കെ പോകുന്നു നോക്കുക. ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്നതും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ആ സ്ട്രെസ്സൊക്കെ നമ്മൾ ചിലപ്പോൾ ഇതുപോലെ വലിയ ഭീകരനാന്നൊക്കെ പറഞ്ഞാൽ, ഭീകരി ആന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുമ്മള പൊട്ടുന്നത് പോലെ അങ്ങ് പൊട്ടും. ചിന്തിച്ച് നോക്കും.